ഹലോ ഫ്രണ്ട്സ്, സൊഴേഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ സൂവിൻ്റെ കാഴ്ചകളാട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സഫാരി എല്ലാം കഴിഞ്ഞ് വന്നു. സഫാരിക്ക് പോകേണ്ടവരൊക്കെ ലെഫ്റ്റ് സൈഡിലെ എൻട്രൻസിൽ കൂടെ ആയിരുന്നു കേട്ടോ പോകേണ്ടത്. നമുക്കിനിയിപ്പോൾ നേരെയാണ് പോകേണ്ടത്. 5 മണി വരെ ആയിട്ട് ഈ സൂവിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും സൂവിലെ കാഴ്ചകൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ സൂവിനകത്തേക്ക് എൻ്റർ ചെയ്തതേ തൊട്ടപ്പുറമായിട്ട് സീവറനെ കണ്ടു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ജിറാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നല്ല അവധി ദിവസമാണ്, നല്ല തിരക്കാട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് എവിടെയൊക്കെ നമ്മൾ തലയൊക്കെ ഇട്ട് നിൽക്കാനുള്ളത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ ഇതിൻ്റെ അകത്ത് കയറി നിൽപ്പുണ്ട്. കുഞ്ഞു ഇപ്പുറത്തോടെ നോക്കാം. കുഞ്ഞു ഇപ്പുറത്ത്. രണ്ടുപേരും കാണാം. ഇച്ചിരി പൊങ്ങിയത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കൊക്കെ ഇതേ പോകാനുള്ള ബഗ്ഗി കാർ ഫെസിലിറ്റി ഒക്കെ ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേ ഇവിടെ സൂവിൻ്റെ ഫുൾ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ മൃഗങ്ങൾ ഏതൊക്കെ സൈഡിലാണോ ഉള്ളത്, അതുപോലെ തന്നെ അങ്ങോട്ട് പോകേണ്ട വഴികളെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഓരോ ബോർഡുകളും വെച്ചിട്ടുണ്ട്. ഏതൊക്കെ മൃഗങ്ങളാണ് ഏതൊക്കെ സൈഡിലാണെന്നുള്ളതിൻ്റെ എല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂ അടിപൊളി. കുഞ്ഞു കുഞ്ഞു സൂ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കടുവയൊക്കെ നമ്മളിപ്പോൾ കണ്ടു കേട്ടോ. തൊട്ട് പുറകിലായിട്ട് ഒരു നല്ലൊരു കരടിയും കിടപ്പുണ്ട് കേട്ടോ. അവരിതേ പുറകെ വരുന്നുണ്ട് എല്ലാവരും. ഇവിടെ 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് സമയം കുറവാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതെല്ലാം കണ്ടു പോവാട്ടോ.
ഇത് നല്ല രസകരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇതേ കുറേ കുട്ടിയാനകളൊക്കെ അതിലേക്ക് കറങ്ങി നടന്ന് ഓടിക്കളിച്ച് തിമിർക്കും കേട്ടോ. ഇതൊക്കെ ഒരുപാട് പേര് പിള്ളേരൊക്കെ അവിടെ എല്ലാ സൈഡിലൊക്കെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടോ ആൾക്കാരൊക്കെ പോകുന്നത്. ഇത് നല്ലൊരു കാഴ്ചയാണെന്ന് തന്നെ പറയാം കേട്ടോ. भैया इसका दाढ़ी भी वैसा ही है, ये असली वाला है, किंग ऑफ जंगल। മൃഗങ്ങളുടെ ആ ഒരു സെക്ഷനൊക്കെ തീർന്നു കേട്ടോ. ഇനി ഇപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ കിളികളുടെയൊക്കെ റെപ്റ്റൈൽസിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനായിട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് കിളികളുടെ സൗണ്ട് കേട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തൽക്കാലത്തേക്ക് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കിളികളുടെ സൗണ്ട് കേട്ട് ഇവയെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കാം കേട്ടോ. ഇവിടെ കുളത്തിലായിട്ട് കുറേ ആമകളൊക്കെ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ കുറേ മീനൊക്കെ കിടപ്പുണ്ട്. ശരിക്കും മീൻ അവർ ഈ ആമയ്ക്ക് വേണ്ടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് തീറ്റിയിട്ട് കൊടുത്തേക്കണേ കേട്ടോ.
മടുത്തിട്ടിരുന്നാണോ? മടുത്തോ? കുഞ്ഞു മടുത്തോ? നമ്മളിപ്പോൾ ബെന്നാർഘട്ട സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങിയിട്ടോ. ഏകദേശം ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിറങ്ങി. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ. കുഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു പാർക്കിലെ കാഴ്ചകൾ? സൂവിലെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാത്തിനും കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. മടുത്തല്ലേ? നടന്ന് മടുത്തു കേട്ടോ. അത് വേറെ കാര്യം. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.